അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദാരിയാത്തിൽ പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മാനവരാശിയെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധന അർപ്പിക്കുക എന്നതാണ്. മനുഷ്യൻ അള്ളാഹുവിനോട് കടമപ്പെട്ടവനാണ്. അവനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിനോട് സദാസമയവും ആരാധനയിൽ മുഴുകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യം കടാക്ഷിക്കാൻ വിശ്വാസികൾ പൂർണ്ണസമയവും ശ്രമിക്കേണ്ടതുണ്ട്. മനുഷ്യരിൽ ചില ആളുകൾ ജീവിതം മുഴുവനും റബ്ബിനു വേണ്ടി ഇബാദത്തിനു വേണ്ടി മാറ്റിവെച്ച ആളുകളുണ്ട്. അത്തരം ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത് ഔലിയാ ഉള്ള എന്നാണ്. ഔലിയാ ഉള്ള എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് യൂനുസിലെ ഈ പ്രയോഗത്തിന് ഔലിയാ ഉള്ള അഥവാ അള്ളാഹുവിൻ്റെ സഹായികൾ, ഉപകാരികൾ, സാമീപ്യർ എന്നെല്ലാമാണ് തഫ്സീറുർ റാസിയിൽ ഇമാം റാസി തങ്ങൾ വിശദീകരിക്കുന്നത്. ഔലിയ വലി എന്ന് പറയുന്ന പദത്തിന് ഖരീബ്, അടുത്ത ആൾ എന്ന അർത്ഥമാണ് അവിടുന്ന് പറഞ്ഞു തരുന്നത്. എന്നാൽ സ്ഥലകാല സമയത്തിന് അസംഭവ്യനായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും സാധ്യമല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ ഇലാഹി ചിന്തകളിലൂടെ, ആരാധനകളിലൂടെയാണ് റബ്ബിലേക്ക് ഒരു വിശ്വാസിക്ക് അടുക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ അടുക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഔലിയ എന്ന് പറയുന്ന ഒരു മഹത്വ സ്ഥാനം നൽകി ആദരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു പദവി ഇസ്ലാമിലില്ല. വിശ്വാസികളിൽ ഔലിയാ ഉള്ള എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ല എന്ന് പറയുന്ന നവീനവാദികൾ ഇന്ന് നമുക്കിടയിലുണ്ട്. എന്നാൽ ഇത്തരം വാദഗതികൾ ഒന്നും ശരിയല്ല. കാരണം അവർക്ക് പോലും സുസംവിധനായ അവരുടെ നേതാവായിട്ട് അവർ പരിചയപ്പെടുത്തുന്ന ഷൗക്കാനി ഈ ഒരു കാര്യം വളരെ സവിസ്തരം പ്രഖ്യാപിക്കുന്നുണ്ട്. തഫ്സീർ റൂഹുൽ മആനിയിൽ ഇമാം ആലൂസി തങ്ങളും ഈ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ലോകത്തുള്ള ഔലിയാക്കളെല്ലാം രാമായണ വിശ്വാസക്കാരാണെന്ന് പറയുന്ന പുത്തൻവാദികളുടെ വികലവാദത്തിൻ്റെ അവരുടെ നേതാവ് തന്നെ ഓടിക്കുന്ന ഒരു സത്യാവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യതവല്ലൂനഹും ബിത്വാഅതി വയതവല്ലാഹും ബിൽ കറാമ. ഇങ്ങനെ ഇലാഹി സാമീപ്യം കരസ്ഥമാക്കുന്ന ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന സവിശേഷമായ സിദ്ധിയാണ് കറാമത്ത്. കറാമത്ത് ജീവിതകാലത്തും മരണശേഷവും ഇച്ഛാനുസരണവും ഉണ്ടാവുമെന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കറാമത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. മറിയം ബീവിയുടെ സംഭവങ്ങൾ, മറിയം ബീവിയുടെ പേരിൽ തന്നെ ഒരു സൂറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മന്ത്രിയായിരുന്ന ആസഫിനു ബർഹിയ, അദ്ദേഹത്തിൻ്റെ കറാമത്തുകൾ സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുന്നുണ്ട്. ഇങ്ങനെ നിരവധി ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുമ്പോൾ കറാമത്ത് നിഷേധികളായ പുത്തൻവാദികളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെയാണോ വിമർശിക്കുന്നത്? അതല്ല, സത്യമതത്തെ തന്നെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവരാണോ നിങ്ങൾ എന്നൊരു ചോദ്യം പറയാതെ വയ്യ. നാദാപുരത്തു നടന്ന ഒരു സംവാദത്തിൽ MCCയോട് KM മൊയ്തീൻ മുസ്ലിയാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടിയായി ലാ കട്ട സംവാദം നിങ്ങൾക്കറിയാം. വൽ ജുംഹൂറു ഇൻദൽ ഉലമാഇ അന്നഹ ലാ തൻഖത്തിയു എന്നിടത്ത് ലാ കട്ടുകൊണ്ട് കറാമത്തുകൾ മരണശേഷം മുറിയുമെന്ന് പറഞ്ഞ് അന്ന് സ്റ്റേജിലിറങ്ങിയവരെ പിന്നീട് ആ വഴിക്ക് കണ്ടിട്ടില്ല. ഇവിടെയാണ് ഞങ്ങൾക്ക് പലതും പറയാനുള്ളത്. ഔലിയാക്കളെ, അവരുടെ കറാമത്തുകളെ കുറിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ഛിദ്രതകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന പരിഷ്കർത്താക്കൾ, നിങ്ങൾ ചെയ്യുന്നത് ഈ മതത്തിനെ പൊളിക്കുകയാണ്. നിങ്ങളോട് പറയാനുള്ളത്, യഥാർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമുക്ക് ഒരുപാട് സംഭവ ചരിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് കാണാൻ സാധിക്കും. മരണത്തിനു ശേഷം ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്ന് നമുക്ക് കാണാം. ഹദീസുകളിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ നിരവധിയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആസിം റളിയല്ലാഹു അൻഹുവിനെ ബനൂ ലിഹിയാൻ ഗോത്രക്കാർ വധിച്ച സന്ദർഭത്തിൽ അവരുടെ ശരീരത്തിൽ നിന്നും ഒരൽപ്പഭാവം എടുത്തുകൊണ്ടുവരണമെന്ന് ഖുറൈശികൾ ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ആ ശരീരത്തെ ലക്ഷ്യമാക്കിയ ഖുറൈശികളുടെ സംഘത്തിലേക്ക് അള്ളാഹു അവരുടെ കറാമത്ത് കാരണമായിട്ട് കടന്നൽ കൂട്ടങ്ങളെ മേഘാവൃതമാക്കുകയും ആ ശരീരത്തിന് അള്ളാഹു സുരക്ഷിതത്വം നൽകുകയും ചെയ്ത സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. ഔലിയാക്കളെ, കറാമത്തുകളെ, അവരുടെ മഹത്വങ്ങളെക്കുറിച്ച് പഠിക്കണം. മുസ്ലിം സമൂഹം ഇത്തരം ആളുകളുടെ വികലവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടേണ്ടത്, സൂക്ഷിക്കേണ്ടത് ഇന്നത്തെ സമൂഹത്തിൻ്റെ അനിവാര്യതയാണ്. സോഷ്യൽ മീഡിയകളിലും മറ്റു മാധ്യമങ്ങളിലും
ഇങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന പുത്തൻവാദികളോട് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം പരിശുദ്ധ ഇസ്ലാമാണെന്ന അറിവോടുകൂടെ നിങ്ങൾ ഇസ്ലാമിനെ നശിപ്പിക്കുമ്പോൾ നിങ്ങൾ രണ്ട് തെറ്റുകളാണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത്. അള്ളാഹുവിൻ്റെ മതത്തെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വിമർശിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി ചിത്രതയിലാകുമ്പോൾ എൻ്റെ സമുദായത്തിൽ ഒന്നു മാത്രമാണ് ശരിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വെറുതെയല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ നേരായ പാതയിൽ ആ സത്യപാന്താവിൽ നടന്നു ജീവിക്കാൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.